ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ വൈകുന്നേരം 6-ന്. ഹിമാചൽ പ്രദേശിലെയും പഞ്ചാബിലെയും പ്രളയബാധിത മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശിക്കും. രാജ്യമൊന്നാകെ ഇരു സംസ്ഥാനങ്ങൾക്കുമൊപ്പം നിലകൊള്ളുന്നതായി പ്രധാനമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര ഇന്ന് തിരുവനന്തപുരത്ത്. ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്ക് അല്പസമയത്തിനകം തുടക്കം. യുവജന പ്രക്ഷോഭം ശക്തമായ നേപ്പാളിൽ സമൂഹമാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചു. നേപ്പാളിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി വിദേശകാര്യ മന്ത്രാലയം. സർവകാല റെക്കോർഡിൽ സ്വർണ്ണവില. ഗ്രാമിന് വില 10,000 രൂപ കടന്നു. 17ാമത് ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് അബുദാബിയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പാർലമെന്റ് മന്ദിരത്തിൽ രാവിലെ 10 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 5 മണി വരെ തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അശ്വിനി വൈഷ്ണവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ്, പ്രതിപക്ഷ നേതാക്കളായ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയ പ്രമുഖർ ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനും INDIA സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി B സുദർശൻ റെഡ്ഡിയുമാണ് മത്സരരംഗത്തുള്ളത്. ഇരുസഭകളിലും നിന്നുള്ള 781 അംഗങ്ങളുടെ ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തീരുമാനിക്കുക. 391 വോട്ടുകളാണ് വിജയിക്കാൻ വേണ്ടത്. വോട്ടെണ്ണൽ വൈകുന്നേരം 6 മണിക്ക് ആരംഭിക്കും. പ്രളയം നാശം വിതച്ച പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശിക്കും. ഇരു സംസ്ഥാനങ്ങളിലെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്ന അദ്ദേഹം പ്രളയബാധിത മേഖലകളിൽ വ്യോമ നിരീക്ഷണം നടത്തും. ഉച്ചതിരിഞ്ഞ് ഹിമാചൽ പ്രദേശിലെ ധരംശാലയിലെത്തുന്ന പ്രധാനമന്ത്രി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ഉന്നതതല യോഗം ചേരും. NDRF, SDRF അംഗങ്ങളുമായി അദ്ദേഹം സംവദിക്കും. സംസ്ഥാനത്തിന് പ്രത്യേക ദുരിതാശ്വാസ പാക്കേജ് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് നിവേദനം കൈമാറുമെന്ന് ഹിമാചൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. തുടർന്ന് പഞ്ചാബ് സന്ദർശിക്കുന്ന അദ്ദേഹം ഗുരുദാസ്പൂരിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. അടുത്ത കാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ പ്രളയക്കെടുതികളാണ് പഞ്ചാബ് നേരിടുന്നത്. 15 ജില്ലകളിലായി 4 ലക്ഷത്തോളം പേരെയാണ് പ്രളയം ബാധിച്ചത്. 1.84 ഹെക്ടർ കൃഷിഭൂമിയിൽ വിളനാശം സംഭവിച്ചു. 51 മരണവും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ദുരിതബാധിത സംസ്ഥാനങ്ങൾക്കൊപ്പം രാജ്യമൊന്നാകെ നിലകൊള്ളുമെന്ന് സന്ദർശനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്, ആഗ്ര, മധുര തുടങ്ങിയ ജില്ലകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു. മഴക്കെടുതിയെ തുടർന്ന് മധുരയിലെ സ്കൂളുകളും കോളേജുകളും അടച്ചിരിക്കുകയാണ്. ജില്ലയിൽ 5000-ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. ആഗ്രയിൽ താജ്മഹലിന്റെ പരിസരം ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഗംഗ, യമുന നദികളിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് പ്രയാഗ്രാജ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി. അന്താരാഷ്ട്ര സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിനും സംഘർഷങ്ങളുടെ ആഘാതം പരിഹരിക്കുന്നതിനും ബ്രിക്സിന് നിർണായക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ബ്രിക്സ് ഉച്ചകോടിയെ ഇന്നലെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിൽ രാജ്യങ്ങൾക്കിടയിലെ പരസ്പര സഹകരണം അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. Focus is on stabilizing the international economy and the world order. But it is equally essential that we turn our attention to ongoing conflicts, not least because they have direct developmental and supply chain implications. Furthermore, as we head towards the next UN General Assembly session, an exchange of views on reforming multilateralism would be appropriate. യുവജന പ്രക്ഷോഭം ശക്തമായതോടെ നേപ്പാളിൽ സമൂഹമാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചു. പ്രതിഷേധത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ 19 പേർ മരിക്കുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മന്ത്രിസഭയുടെ അടിയന്തര യോഗത്തിന് ശേഷമാണ് ഉത്തരവ് പിൻവലിച്ചത്. ഫേസ്ബുക്ക്, X ഉൾപ്പെടെ 26 സമൂഹമാധ്യമ സൈറ്റുകൾക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് നേപ്പാൾ സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത്. ഇന്നലെ കാഠ്മണ്ഡുവിലെ ബനേശ്വറിൽ ഫെഡറൽ പാർലമെന്റ് പരിസരത്ത് അതിക്രമിച്ച് കയറിയ പ്രകടനക്കാർക്ക് നേരെ പോലീസ് വെടിയുതിർത്തതോടെയാണ് സംഘർഷം രൂക്ഷമായത്. സംഭവത്തിൽ അന്വേഷണ സമിതിയെ നിയോഗിക്കുമെന്ന് പ്രധാനമന്ത്രി KP ശർമ്മ ഒലി അറിയിച്ചു. പ്രകടനത്തിനിടെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുമെന്നും പരിക്കേറ്റവർക്ക് സൌജന്യ ചികിത്സ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നേപ്പാൾ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖാക് രാജിവെച്ചിരുന്നു. പ്രക്ഷോഭം വ്യാപിക്കാതിരിക്കാൻ കാഠ്മണ്ഡു, പൊക്ര ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
യുവജന പ്രക്ഷോഭം തുടരുന്ന സാഹചര്യത്തിൽ നേപ്പാളിൽ താമസിക്കുന്ന എല്ലാ ഇന്ത്യൻ പൌരന്മാരും ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിലെ സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും പൌരന്മാർ നേപ്പാൾ ഭരണകൂടം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. പ്രതിഷേധത്തിനിടെയുണ്ടായ മരണങ്ങളിൽ ദുഃഖം രേഖപ്പെടുത്തിയ മന്ത്രാലയം പ്രശ്നം സമാധാനപരമായ മാർഗങ്ങളിലൂടെ പരിഹരിക്കാനും ആവശ്യപ്പെട്ടു. നേപ്പാളിലെ സ്ഥിതിഗതികൾ അതീവ ആശങ്കയോടെ നിരീക്ഷിക്കുന്നതായി ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കും. 4 മണിക്ക് വെള്ളയമ്പലത്ത് നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര മാനവീയം വീഥിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. വാദ്യോപകരണമായ കൊമ്പ് മുഖ്യ കലാകാരന് കൈമാറിക്കൊണ്ട് മന്ത്രി PA മുഹമ്മദ് റിയാസ് സാംസ്കാരിക ഘോഷയാത്രയുടെ താളമേളങ്ങൾക്ക് തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തലസ്ഥാന നഗരിയെ താളലയ വിസ്മയങ്ങളിൽ ആറാടിച്ചുകൊണ്ട് 1000-ലധികം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങൾ ഓണം ഘോഷയാത്രയിൽ അണിനിരക്കും. വിവിധ വകുപ്പുകൾ തയ്യാറാക്കുന്ന 60ഓളം ഫ്ലോട്ടുകളാണ് ഘോഷയാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 91 ദൃശ്യ ശ്രവ്യ കലാരൂപങ്ങളും ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് സംഘവും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. ഹരിതചട്ടം പാലിച്ചുകൊണ്ടാണ് ഫ്ലോട്ടുകൾ അണിനിരക്കുന്നത്. ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഘോഷയാത്ര വീക്ഷിക്കും. വിദേശ വിനോദസഞ്ചാരികൾക്ക് പ്രത്യേക പവലിയനുമുണ്ട്. ആറന്മുള ഉത്രട്ടാതി ജലമേളയുടെ ചടങ്ങുകൾക്ക് തുടക്കമായി. പൊതുസമ്മേളനം മന്ത്രി K രാജനും 1:30 ജലഘോഷയാത്ര മന്ത്രി വീണ ജോർജും ഉദ്ഘാടനം ചെയ്യും. 3 ആരംഭിക്കുന്ന മത്സര വള്ളംകളിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. A, B ബാച്ചുകളിലായി 51 പള്ളിയോടങ്ങളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിലെത്തി പൂമാലയും ചന്ദനവും സ്വീകരിച്ച ശേഷമാണ് ഫിനിഷിംഗ് പോയിന്റായ സത്രക്കടവിൽ അണിനിരക്കുക. 22 എവറോളിംഗ് ട്രോഫികളാണ് വിവിധ വിഭാഗങ്ങളിൽ മികവ് പുലർത്തുന്ന പള്ളിയോടങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വരുന്ന GST ഘടനാ പരിഷ്കരണം വാഹന മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 350 cc വരെയുള്ള ഇരുചക്ര വാഹനങ്ങൾ, ബസ്, ചെറുകാറുകൾ, ട്രാക്ടറുകൾ എന്നിവയുടെ നികുതിയിൽ കുറവ് വരുത്തിക്കൊണ്ടാണ് GST പരിഷ്കരിക്കുന്നത്. 350 cc വരെയുള്ള ഇരുചക്ര വാഹനങ്ങളുടെ GST 28% നിന്നും 18 കുറയ്ക്കുന്നത് മധ്യവർഗത്തിന് ഏറെ പ്രയോജനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറുകാറുകളുടെ GST 28 നിന്നും 18 മാറ്റുന്നതിലൂടെ കാർ വിപണിക്ക് പരിഷ്കരണം ഉത്തേജനം പകരും. വലിയ കാറുകളുടെ GST 40% നിജപ്പെടുത്തിയിട്ടുണ്ട്. ട്രാക്ടറുകളുടെ നികുതി 12 നിന്നും 5%, ബസിന്റെയും ട്രക്ക്, ഡെലിവറി വാൻ തുടങ്ങിയ വാഹനങ്ങളുടെയും GST 28 നിന്ന് 18% കുറച്ചിട്ടുണ്ട്. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കുലം 8 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സർവകാല റെക്കോർഡിൽ സ്വർണ്ണവില. ഗ്രാമിന് വില 10,000 കടന്നു. പവന് 1000 രൂപ വർദ്ധിച്ച് 80,880 രൂപയും ഗ്രാമിന് 125 രൂപ വർദ്ധിച്ച് 10,110 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 242 പോയിന്റ് നേട്ടത്തിൽ 81,029ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 69 പോയിന്റ് നേട്ടത്തിൽ 24,842ലും വ്യാപാരം പുരോഗമിക്കുന്നു. 17ാമത് ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് ഇന്ന് അബുദാബിയിൽ തുടക്കം. ഇന്ത്യൻ സമയം വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്ങുമായി ഏറ്റുമുട്ടും. നാളെ രാത്രി 8-ന് UAE-യുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. T20 രീതിയിലാകും ഇക്കുറി മത്സരങ്ങൾ. 8 ടീമുകളാണ് സെപ്റ്റംബർ 28 വരെ നടക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ. 7.28 കോടി IT റിട്ടേണുകളാണ് ഇതിനകം ഫയൽ ചെയ്തിരിക്കുന്നത്. വൈകിയുള്ള റിട്ടേൺ സമർപ്പണത്തിന് പിഴ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ വൈകുന്നേരം 6-ന്. ഹിമാചൽ പ്രദേശിലെയും പഞ്ചാബിലെയും പ്രളയബാധിത മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശിക്കും. രാജ്യമൊന്നാകെ ഇരു സംസ്ഥാനങ്ങൾക്കുമൊപ്പം നിലകൊള്ളുന്നതായി പ്രധാനമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര ഇന്ന് തിരുവനന്തപുരത്ത്. ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്ക് അല്പസമയത്തിനകം തുടക്കം. യുവജന പ്രക്ഷോഭം ശക്തമായ നേപ്പാളിൽ സമൂഹമാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചു. നേപ്പാളിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി വിദേശകാര്യ മന്ത്രാലയം. സർവകാല റെക്കോർഡിൽ സ്വർണ്ണവില. ഗ്രാമിന് വില 10,000 രൂപ കടന്നു. 17ാമത് ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് അബുദാബിയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.